ഇപ്പം അമേരിക്ക H1B വിസ നിർത്തലാക്കുന്നു. ഇത് നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമാണ്. കാരണം ട്രംപ് പറയുന്നത് പോലെ ചില പ്രോഡക്റ്റുകൾക്ക് കൃത്യമായിട്ടൊരു വലിയ വിപണി ഇന്ത്യ തുറന്നു കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ എങ്കിൽ നിന്നെ ഇങ്ങനെ ഞാൻ പിടിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ IT മേഖലയിലുള്ളവർക്ക് മുഴുവൻ ജോലി നഷ്ടപ്പെടും. ഇനി അമേരിക്കയിലേക്ക് ആർക്കും പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ആശങ്ക. വാസ്തവം അങ്ങനെയാണോ? അങ്ങനെയല്ല, അതെല്ലാം തെറ്റാണ്. ഞാൻ എൻ്റെ അറിവ് ഞാൻ പറയാം, എനിക്ക് ബോധ്യമായത്. അമേരിക്കയിലേക്ക് പോകാൻ 3 തരം വിസകളുണ്ട്. ഒന്ന് ടൂറിസ്റ്റ് വിസ, എനിബഡി ക്യാൻ ഗോ ആസ് ലോങ് ആസ് യു എലിജിബിലിറ്റി ആണെങ്കിൽ യു ജസ്റ്റ് അപ്ലൈ ഫോർ എ വിസ, യു ക്യാൻ ഗോ. നമ്പർ 2 ബിസിനസ് വിസ ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ മാതിരിയുള്ള ഇങ്ങനെ ആൾക്കാർക്ക്, ഓട്ടക്കാർക്ക് പിന്നെ ഞങ്ങൾക്ക് 10 കൊല്ലത്തേക്ക് ബിസിനസ് വിസ കിട്ടും. ഇറ്റ്സ് കോൾഡ് H1B1 വിസ. യു ക്യാൻ ഗോ, യു ക്യാൻ അപ്ലൈ. നമുക്ക് അവിടെ അവർക്കറിയാം ഞങ്ങൾ ഒരു കാരണവശാലും അവിടെ ഒന്നും സെറ്റിൽ ആകാൻ പോകില്ല, ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. നമ്പർ 2 ആണ് H1B വിസ. ഈ നമ്പർ 3 ആണ് H1B വിസ. ഇതൊരു നിശ്ചിത കാലയളവിലേക്ക് ടെക്നിക്കൽ നോളജുള്ള, സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാരെ അമേരിക്കയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകാനുള്ള ഒരു മാർഗം, ഒരു വിസ മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രത്യേക കാലയളവ് മാത്രമുണ്ട്. അതിന് ഒരു 2000 മുതൽ ഒരു 3000, മാക്സിമം ഒരു $5000 കൊടുത്താൽ ഇതെല്ലാം ഓക്കെയാവും. ഇത് പേപ്പർ വർക്കുകൾ നോർമലി തൊഴിലുടമയാണ് അതൊക്കെ അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഒരു കൂലിപ്പടയാളികളെ കൊണ്ടുപോയിട്ട് അവിടെ പണിയെടുപ്പിക്കാം. ആൻഡ് മോസ്റ്റ്ലി ഇൻ IT സെക്ടേഴ്സ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ കോർമ്മ ബുദ്ധിയുള്ള നമ്മുടെ പടയാളികൾ, IIM-ഉം IIT ഒക്കെ ഉള്ള പിള്ളേർ, അവിടെ ലക്ഷ്യം തന്നെ അമേരിക്കയാണ്. അവിടെ ചെന്ന് സിലിക്കൺ വാലിയിൽ വേറൊരു പ്രസ്ഥാനക്കാരനാവണം. നത്തിങ് റോങ് വിത്ത് ദാറ്റ്, ദാറ്റ്സ് എ ഡ്രീം. അപ്പോൾ അതിനെ യോജിക്കുക എന്നുള്ളത്, ഈ ഡ്രീം ലാൻഡിലേക്ക് പോകാനാണ് പലരും പഠിക്കുന്നത് തന്നെ. അപ്പോൾ കിട്ടുന്ന സാധനമാണ് H1B വിസ. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ H1B വിസക്കാർക്ക് ഒരു സാലറി സ്ട്രക്ചർ ഉണ്ട്. പണ്ടൊക്കെ നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടി ഇപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കുറച്ച് വരുന്നു. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന എമൗണ്ടുകളെല്ലാം ഒരു ഏകദേശമാണ്, ഈ അക്യുറേറ്റ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നാളെ എന്നോട് ചോദിക്കരുത് നിങ്ങൾ താൻ പറഞ്ഞല്ലേ എന്നോ. ഒരു $60,000-$70,000 തുടക്കം കിട്ടുമായിരുന്നു പെർ ആനം എന്ന് പറയുന്ന ഒരു 50-55 ലക്ഷം രൂപ ഒരു കൊല്ലം ശമ്പളം കിട്ടും. ഇപ്പം അത് കുറഞ്ഞു ഇവർ 30-35 ആയി, അല്ലെങ്കിൽ 25-30 ആൾക്കാരുടെ ജോലിയുണ്ട്. അപ്പം എന്നിരുന്നാലും ദർ ആർ പീപ്പിൾ ടു ഗോ ദെയർ ആൻഡ് സ്റ്റേ ഇൻ അമേരിക്ക എന്ന് പറയുന്ന മഹാരാജ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ഗവൺമെൻറ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 21 സെപ്റ്റംബർ ഓൺവാർഡ്സ് H1B വിസക്കാർക്ക് ഓരോ വർഷവും, അങ്ങനെ തന്നെ പറഞ്ഞത്, ഓരോ വർഷവും നിങ്ങൾ ഒരു നികുതി ഗവൺമെൻറ്റിലേക്ക് കിടക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു $1 lakh എന്ന് പറയുന്നത് 88.5 ലക്ഷം രൂപ നിങ്ങൾ തരണം. നിങ്ങളുടെ വരുമാനം 50 ലക്ഷം രൂപ ഉള്ളൂ, അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഉള്ളൂ. How are you going to pay this 88.5 lakh rupees to the government? നിങ്ങൾ ബെർലിയാവും. അത് ഒന്നും രണ്ടല്ല. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയ കണക്കുകൾ പറയാം. കേരളത്തിൻ്റെ മൊത്തം GDP എന്ന് പറയുന്നത് ഒരു 169 ബില്യൺ, ഒരു 14.5 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ മൊത്തം. ഇന്ത്യയിൽ നിന്നുള്ള IT വരുമാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന $280 ബില്യൺ ആണ്. ഈക്വൽ ടു ഒരു 25 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ കേരളത്തിൻ്റെ 14 ഉള്ളൂ, ഇവിടെ 25, ഏകദേശം ഡബിളാണ് IT എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇന്ത്യക്ക് മാത്രം കിട്ടുന്ന കേരളത്തിൻ്റെ അല്ല. അപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ വെള്ളവും വെളിച്ചമൊക്കെ തരുന്നത് സർക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ശമ്പളം എത്രയുണ്ടെന്ന് വെച്ചാൽ ഒരു 5 ലക്ഷം രൂപ കൊല്ലം കിട്ടുന്നു എന്ന് കണക്കാക്കുക. ഇഫ് ഗവൺമെൻറ് കമ്മാൻഡ് ആസ്ക് യു, ഒരു കാര്യം ഒരു 20 ലക്ഷം രൂപ ടാക്സ് കിട്ടിക്കോ ഇവിടെ വർക്ക് ചെയ്യാൻ, നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് അവസ്ഥ. ഞാനൊരു ആലങ്കാരികമായിട്ട് തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരുമാനമുള്ളൂ, പക്ഷേ യു ഹാവ് ടു പേ 20 lakh. നിങ്ങൾക്ക് അവിടെ 40 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 88 ലക്ഷം കൊല്ലം കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വീടും കുടുംബം ഉള്ളതൊക്കെ വിറ്റിട്ട് വേണം അവിടെ ടാക്സ് കെട്ടാൻ. ഇത് അയാൾ ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നലെ വൈറ്റ് ഹൗസ് ഒരു ട്വീറ്റ് ഇറക്കിയിട്ടുണ്ട്. യു ക്യാൻ വെരിഫൈ ദിസ്. ഞങ്ങളത്
എല്ലാ കൊല്ലെന്ന് പറഞ്ഞിട്ടില്ല, ഒരു പ്രാവശ്യം കെട്ടിയാൽ മതി എന്നായി. കാരണം അവർക്കറിയാം പടക്കത്തിന് തീ കൊളുത്തിയാൽ ഇന്ത്യക്കാർ ഒഴിവാക്കി കഴിഞ്ഞാൽ സിലിക്കോൺ വാലി ഉണ്ടാവില്ലെന്നറിയാം. ഏതൊരു അമേരിക്കയുടെ ആയിട്ട് ലോകത്തിൻ്റെ ഏതൊരു IT സംരംഭത്തിൻ്റെ ചുക്കാൻ, അതിൻ്റെ പടയാളികൾ എന്ന് പറയുന്നത്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് മാത്രമല്ല, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ദെയർ ബ്രെയിൻ വർക്ക് സോ ഫാസ്റ്റ് അക്യുറേറ്റ്. അവരെ മേയ്ക്കാൻ അവർക്കറിയാം. മലയാളികളും മാതിരി തന്നെ പുറത്തു പോയി നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ അവരില്ലാതെ അവിടെ നടക്കില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇന്നലെ ഒരു പിൻവലിച്ചിട്ടുണ്ടത്. ഓരോ കൊല്ലം കെട്ടണ്ട, പകരം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം തന്നാൽ മതി, പിന്നെ എക്സിസ്റ്റിങ്ങിന് വേണ്ട എന്നും വെച്ചു. ഇല്ലെങ്കിൽ അവിടെ ഒരൊറ്റ ഡ്രൗൺ ഉണ്ടായാൽ ആ ഒഴുകി പോകുന്ന പല സ്ഥാപനങ്ങളും ഉണ്ടാവും, അമേരിക്കൻ സ്ഥാപനങ്ങൾ. ആൻഡ് ദേ ആർ വറീഡ് ബിക്കോസ് IT ആണ്. യു ക്യാൻ വർക്ക് ഫ്രം എനിവെയർ. അമേരിക്കയിൽ തന്നെ പോയി വർക്ക് ചെയ്യണമെന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. യു ക്യാൻ വർക്ക് ഫ്രം എനിവെയർ. ഇപ്പോൾ 1980കളുടെ തുടക്കത്തിൽ IIT പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ജോലി തേടി അന്ന് അമേരിക്കയിലേക്ക് പോയി. ഇപ്പോൾ ഗൂഗിളിന്റെ തലപ്പത്തുള്ള സുന്ദർ പിച്ചെ ഉൾപ്പെടെയുള്ള അവരാണ് അവിടെയുള്ള ഒട്ടുമിക്ക കമ്പനികളുടെയും തലപ്പത്ത്. അതുകൊണ്ട് ഇപ്പോഴും IIT പ്രോഡക്റ്റുകൾ വരുമ്പോൾ അമേരിക്കയ്ക്ക് അവരെ ആവശ്യമുണ്ട്, പക്ഷേ ഒറ്റയടിക്ക് തള്ളാനും പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അത് യൂട്ടിലൈസ് ചെയ്തുകൂടെ? ഇന്ത്യ കുഡിന്റ് അക്കോമഡേറ്റ് സച്ച് ബ്രെയിൻ. അന്ന് നമുക്കിവിടെ ഫെസിലിറ്റി ഉണ്ടായില്ല. ഇപ്പോൾ സുന്ദർ പിച്ചെ മാതിരിയുള്ള ഒരു സാധനത്തിൽ ഞാൻ റീസെൻ്റ്ലി കേട്ടു, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ദി അമേരിക്കൻ ഗവൺമെൻറ് ത്രട്ടൺ ഹിം, സി ഡോണ്ട് സ്റ്റോപ്പ് ഹയറിങ് പീപ്പിൾ, നിനക്ക് തോന്നിയ മാതിരി ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആൾ പറഞ്ഞു. ആൻഡ് യു ആർ ഫേവറിങ് ഇന്ത്യ എന്നുള്ളൊരു വേർഡിൽ പുള്ളി പറഞ്ഞു, സി ഐ ബോൺ ഇൻ ഇന്ത്യ, ഞാൻ ജനിച്ചത് അവിടെയാണ്, എന്നെ വളർത്തിയത് ഇന്ത്യയാണ്, എനിക്ക് എഡ്യൂക്കേഷൻ തന്നത് ഇന്ത്യയാണ്. അവിടെ നിന്ന് വന്നിട്ട് ഞാനിവിടെ എൻ്റെ തലച്ചോറ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ, എൻ്റെ ദേഹവും ദേഹിയും ഇന്ത്യയിലാണ്, എന്നെ ത്രട്ടൻ ചെയ്യേണ്ട എന്ന് തന്നെ പ്രസിഡന്റിനോട് പറഞ്ഞു എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ സല്യൂട്ട്. ഓക്കെ, ഈ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഇന്ത്യയിൽ IIT IIM എന്നുള്ള പിള്ളേർക്ക് ഒരു ഫെസിലിറ്റി കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവസരമുള്ള ഇന്ത്യ ആയിരുന്നില്ല അന്ന്. പക്ഷെ ഇന്നായി. പിന്നെ ആൾക്കാരുടെ ഒരു കുത്തൊഴുക്കുണ്ട്. ഈ അക്കരെ പച്ച തേടി പോയത് ഞാൻ ഉൾപ്പെടെ പറയുന്നത്. I was in Europe for 10 years, I was in America. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു സ്വപ്ന സാമ്രാജ്യം തോന്നിയാണ് പോണത്. പിന്നെ അവിടെ ചെന്ന് മനസ്സിലായി, ദൈവമേ ഇതിൽ നമ്മുടെ പഴയ കൊച്ചിയാണ്. ഞാൻ അവിടെ നിന്ന് കുറ്റി മറിച്ച് ഇങ്ങോട്ട് പോകുന്നു. കൊച്ചിമാര് അല്ലെങ്കിൽ കേരളം മാതിരിയുള്ള ഒരു നല്ല സ്ഥലം ലോകത്തില്ല. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളാണെന്ന് നിലയ്ക്കാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അക്കരെ പച്ച തേടി പോകണമെന്നും തെറ്റൊന്നുമില്ല. യു ഹാവ് ടു ചേസ് യുവർ ഡ്രീം. പിന്നെ അവിടുത്തെ ഒരു ഗുണം, വൺസ് യു പ്രൂവൺ, പിന്നെ അവരങ്ങ് പൊക്കി കൊണ്ടുവന്നോളും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റേൺ വേൾഡുകളിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ജോലി പോയി അല്ലെങ്കിൽ വരുന്ന ആൾക്കാരെ ഇപ്പോൾ ചാക്കറ്റ് പിടിക്കാൻ ചൈന ഈസ് കമ്മിങ് ബാക്ക് വെരി ബിഗ്. ജപ്പാൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ദേ ആർ റെഡി ടു അക്കോമഡേറ്റ് പീപ്പിൾ. അവർ വന്നു കഴിഞ്ഞു രംഗത്തോട്ട്. എനിബഡി ഇങ്ങനത്തെ സാങ്കേതിക പരിജ്ഞാനമുള്ള അമേരിക്കയിൽ ജോലി 5-6 കൊല്ലമൊക്കെ ജോലി ചെയ്ത പിള്ളേർക്ക് എന്നും ഡിമാൻഡാണ്, ഇന്ത്യയിൽ ഉൾപ്പെടെ ഞാൻ പറയുന്നത്. സോ ഈ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം തിരിച്ചു വരുന്ന ഇന്ത്യക്ക് ഗുണം. ഇതെല്ലാം ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്താൽ നല്ലതാണെന്നേ പറയുള്ളൂ. ഇപ്പോൾ ആ സോഹോൻ്റെ പിന്നെ ഫൗണ്ടർ ശ്രീധർ വെമ്പു ഇന്നലെ പറയണ്ടായിരുന്നു, എല്ലാ ഇന്ത്യക്കാരും തിരിച്ചു വരണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരു 5 കൊല്ലം ഒരു മാക്സിമം, അതിനുള്ളിൽ നമുക്ക് വി ക്യാൻ ഷോ ടു ദ വേൾഡ് ഹൗ വാട്ട് വി ആർ. അതായത് പടയാളികളില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു യുദ്ധവും ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല. പടയാളികളില്ലാതെ ഈ ജനറൽമാർ മാത്രം AC റൂമിൽ ഇരുന്നുകൊണ്ട് കാര്യമുണ്ടോ? യുദ്ധം ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? സംബഡി ഹാസ് ടു ബി ബിഹൈൻഡ് ദ കർട്ടൻ ടു വർക്ക്. അത് ഇന്ത്യക്കാരാണ്. അതില്ലാതെ നിൽക്കില്ല. അത് അപകടം പണത്തു ഇന്നലെ. അതുകൊണ്ടാണ് വൈറ്റ് ഹൗസിൽ ഇന്നലെ ഇറക്കിയിട്ടുണ്ട്, അയ്യോ ഞങ്ങൾ പിന്നെ എല്ലാ കൊല്ലം തരണ്ട, ഒരു പ്രാവശ്യം തന്നാൽ മതി എന്ന് പറഞ്ഞു. ബിക്കോസ് സിലിക്കോൺ വാലി ഒലിച്ചു പോകും. 1996 സോഹോ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനി ചെന്നൈ തുടങ്ങുമ്പോൾ ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്യുമെന്ന് അയാൾ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് 40,000-ഓളം എംപ്ലോയീസ് ഉണ്ട്. അവർ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഈ ചാറ്റ് വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഹോ പോലൊരു കമ്പനി അവർ ഒരു ഡെവലപ്പ് ചെയ്യാനല്ല, അല്ലെങ്കിൽ ഒരു കുത്തകയാകാൻ ശ്രമിച്ചില്ല, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ആ രീതിയിൽ ഒരു സംരക്ഷണവും സഹായവും ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ വളരെ, കാരണം ഇന്ന് നമ്മുടെ സൈനിക മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ ജനങ്ങൾ മീൻസ് വിദ്യാർത്ഥികൾ അവർ സ്റ്റാർട്ടപ്പ് പോലെ ഡ്രോൺസും മറ്റും ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെന്റ് പിന്തുണ നൽകുന്നു. എന്തുകൊണ്ട് ഇത്തരം കമ്പനികൾക്ക് നമ്മൾ? ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നലെ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു പോസ്റ്റ് വയ്ക്കണ്ടായി. അദ്ദേഹം ചിറയൻകീഴ് എന്നാണ് എൻ്റെ ഓർമ്മയെന്ന് പറയാം കേട്ടോ. ചിറയൻകീഴിൽ ഒരു സജ്ജി
എന്ന് പറയുന്ന ഒരാൾ അമേരിക്കൻ ജോലി ഉണ്ടായിട്ട് തിരിച്ചു വന്നു. ഈ ഗോട്ട് അറൗണ്ട് 80 പീപ്പിൾ വർക്കിംഗ് ഇൻ അമേരിക്ക, അറൗണ്ട് 40 or 50 പീപ്പിൾ വർക്കിംഗ് ചെറിയങ്കയിൽ. ഒരു ഗ്രാമത്തിൽ 2 നില ആൾക്കാർ ഇരുന്നിട്ട് ദേ ആർ ഡിസൈനിങ് വെഹിക്കിൾസ് ഇവിടെ ഇരുന്നുകൊണ്ട്. അദ്ദേഹത്തിന് ആ സാങ്കേതിക പരിചയം ഉണ്ടായിരുന്നു. ആൻഡ് ഹി നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. അമേരിക്കയിലുള്ള ആൾക്കാരായിട്ട് അവർ ഇരുന്നുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നത് എല്ലാ ഓഫീസും ഇവിടെയാണ്, മെയിൻ ഓഫീസ്. ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെന്ന് ഒരു 2 ആഴ്ച മുമ്പ്. ഞാൻ യൂറോപ്പിൽ പോകുന്നതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോയെന്ന് വെച്ചാൽ IT മിഷൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് ആരും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗം പോകുന്നത് കൊണ്ട് വാർത്തകൾ മുങ്ങിപ്പോകുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. IT മിഷൻ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭീകരമാണ്. എൻ്റെ അടുത്തേക്ക് ആ IAS ഇപ്പോൾ പുറത്തിരിക്കുന്ന പ്രശാന്ത് എഴുതിയിരിക്കുന്ന നോട്ട് ഞാൻ മുഴുവൻ വായിച്ചിട്ട് ഇറ്റ്സ് എ ബൈബിൾ. നിങ്ങൾ അപ്പാർട്ട് ഫ്രം ദ പൊളിറ്റിക്സ്, ഇഫ് എനിബഡി ക്യാൻ ഫോളോ ദാറ്റ്, ഇംപ്ലിമെൻറ്റ് ദാറ്റ്, കേരള നമ്പർ 1 ആവും ആ കാര്യത്തിൽ. AI കഴിഞ്ഞു. AIയും ChatGPTയും ജെമിനിയൊക്കെ പോയി. അതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ഓൾ ഗോൺ. നൗ ന്യൂ സിസ്റ്റം AGI ഒന്ന് കഴിഞ്ഞു. ഇനി അതിൻ്റെ AGSI ഒക്കെ വരുന്നുണ്ട്. കുറേ ടെക്നിക്കൽ സാധനമാണ് അതിനകത്ത്. ഇതിനെ പഠിപ്പിക്കാനുള്ള ആൾക്കാരില്ല. നിങ്ങളുടെ ക്വസ്റ്റനൊക്കെയാണ് വരുന്നത്. ഇതിന് ട്രെയിനിങ് സെൻ്റർ എടുക്കുക കേരളത്തിൽ. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനെ പഠിപ്പിക്കാനുള്ള മാസ്റ്റർമാരെ കിട്ടും, ഇഷ്ടംപോലെ കിട്ടും. ദർ ആർ പീപ്പിൾ കമ്മിങ് ബാക്ക്. അപ്പോയിൻമെൻറ്റ്. ഹാവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഹിയർ. നമ്മളൊരു ഹൈസ്കൂൾ മുതലുള്ള പിള്ളേരെ അത് പഠിപ്പിക്കും. ആൻഡ് നമ്മുടെ ഗവേൺസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇപ്പോഴും ഉണ്ട്. അതിനെ നമ്മൾ ആയിട്ട് ഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് തുടങ്ങി കഴിഞ്ഞു. ഈ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വലിയൊരു മീറ്റിംഗ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ, പുള്ളിയാണ് അതെല്ലാം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മുങ്ങിപ്പോകുന്നു ഈ ന്യൂസുകളിൽ. തിരുവനന്തപുരത്ത് നല്ല വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ വെദർ ദേ ഹാവ് ഇനഫ് ടൈം ടു ഡു എവറിത്തിങ് എൽസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ, പിള്ളേരെ ഇപ്പോഴേ സജ്ജരാക്കുക. ആൻഡ് ഈ വരുന്നവരെ ഒരു 10 പേരെ അല്ലെങ്കിൽ 20 പേരെ ഹയർ ചെയ്യാൻ പറ്റുക. എനി കമ്പനി ക്യാൻ റൺ ട്രെയിനിങ് സെൻറ്റേഴ്സ്. ഇപ്പം നടക്കുന്ന ട്രെയിനിങ് പിന്നെ ഓൺലൈനിലാണ്. AI ട്രെയിനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ ട്രെയിനിങ്. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ട്രെയിനിങ്. ഇത് ആരോ പുഴുങ്ങാൻ വെച്ച പിന്നെ ഒരു ഏത്തക്കായ എടുത്തിട്ട് നമുക്ക് വിളമ്പി തരുന്നതാണത്. ദാറ്റ് ഈസ് നോട്ട് എ ട്രെയിനിങ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഏത് പിന്നെ പ്ലാറ്റ്ഫോംസ് ലൈക്ക് മെറ്റ ഓ ഫേസ്ബുക്ക് ഓർ യൂട്യൂബ്, യു നെയിം ഇറ്റ്, ഇതെല്ലാം ആരാ ഓൺ ചെയ്യുന്നത്? അമേരിക്ക. നാളെ സ്വിച്ച് ഓഫ് ചെയ്താൽ നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ ആരാവില്ലല്ലോ. വാട്ട് ഡു യു ഹാവ് ദെൻ? വാട്ട് ഈസ് ആൾട്ടർനേറ്റീവ് ഫോർ യു? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാൻ ഈ ABC തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞു, ദേ ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ടാക്സ് ഓൺ ദി എയർ. വരുന്നു. ഇതുകൊണ്ടൊന്നും തീരില്ല. അപ്പോൾ ഇതിന് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ആൻഡ് വി ക്യാൻ ബി ദ ബെസ്റ്റ്. അതിന് യാതൊരു സംശയമില്ല. അത് കേരളത്തിൽ മാത്രമല്ല, മേ ബി ഈ സൗത്ത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു നല്ല ടീം. ലൈക്ക് ചെന്നൈ, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരളം കൂടി ചേർന്നിട്ട് ഒരു സോളിഡ് IT ട്രെയിനിങ് വെച്ചാൽ ലോകത്തിലെ പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത്, ഫോർ ഷുവർ. ഇപ്പം നമുക്ക് ടെക്നോ പാർക്കുണ്ട്, ഇതുണ്ട്, എല്ലാം വർക്കാണ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് വർക്കുകളാണ്. ഞാൻ ഫ്രണ്ടിലേക്ക് കയറി എന്നിട്ട് ട്രെയിൻ ചെയ്യുക പിള്ളേരെ. ഹൈസ്കൂളിൽ നിന്ന് പിടിച്ചോണം. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ദിസ് വേൾഡ്. നമ്മൾ ആരുടെയും അടി കിടന്നിട്ട് സല്യൂട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഈ ട്രംപ് ചായം കളിക്കുന്നത് അങ്ങനെയാണ്. ബിക്കോസ് he didn't sign. നമ്മൾ സൈൻ ചെയ്തില്ല. അയാൾ പറയുന്നത് നമ്മൾ കേട്ടില്ല. ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യ പോയിട്ട് പറയുന്ന താങ്ക് യു ഫോർ യുവർ ഓഫർ, സോറി, താങ്ക്സ്. ഇതേവരെ നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞ് കേട്ട് പറഞ്ഞു. ഇത് അവർക്ക് സഹിക്കില്ല. അത് നോട്ട് ഓൺലി അമേരിക്ക, കാനഡ ഫോർ എക്സാമ്പിൾ. നമ്മൾ സ്തുതി പാഠകരൊന്നുമില്ല. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, യു നെയിം ഇറ്റ്, ഓൾ വെസ്റ്റേൺ കൺട്രി, ദേ ഡോണ്ട് വാണ്ട് ഇന്ത്യ ടു ഗ്രോ. ഏതൊരു ഇന്ത്യക്കാരനും വെസ്റ്റേൺ വേൾഡിൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസനാണ്. ഞാനവിടെ ജീവിച്ച ഒരു ഇതിനാണ്, എനിക്കറിയാം. അതിനെ കവർ ചെയ്യാനുള്ള സാധനം ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ അടുത്ത് വേപ്പണമൊന്നുമില്ല, കത്തിയില്ല, കടാരയില്ല, ഒന്നും വേണ്ട. യൂസ് യുവർ ബ്രെയിൻ, ഗെറ്റ് ട്രെയിൻഡ് അവർ സെൽഫ്. അതിനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ സോഹോ പോലെയുള്ള കമ്പനികൾ എന്തുകൊണ്ടാണ് ഇവിടെ വളർന്നു വരാത്തത്? ഇനി വളരും. ഈ ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ് എന്ന് പറഞ്ഞ മാതിരി, ഇനി വളരും. പക്ഷേ സോഹോ എന്ന് മാത്രമല്ല, ദർ ആർ ലോട്ട് ഓഫ് അതർ കമ്പനീസ് ആർ ഡൂയിങ് വെരി വെൽ. അവർക്കൊരു എക്സ്പോഷർ കിട്ടിയിട്ടില്ലായിരുന്നു. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് പിന്നെ നാരായണമൂർത്തി സാറിൻ്റെ കഥകളും സുന്ദർ പിച്ചയുടെ കഥകളും കേൾക്കുമ്പോൾ ഒരു താഴെ കിടക്കുന്ന ഒരു വേലായുധൻ്റെ കഥ കേൾക്കാൻ ആർക്ക് താല്പര്യമില്ല. ആൻഡ് അവന് വളം വെച്ച് കൊടുക്കാൻ ആൾക്കാരില്ല. പിന്നെ ദർ ഇസ് ലോട്ട് ഓഫ് അതർ പ്രോബ്ലംസ് ഓൾസോ ഹാപ്പനിങ്. ലൈക്ക്
വെഞ്ചർ ക്യാപിറ്റൽസിൻ്റെ റോങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർക്കെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് അടവുകൾ ഉപയോഗിച്ചിട്ട് പണം അടിച്ചു മാറ്റുന്ന പല കമ്പനികളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്കൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല. ബട്ട് ദർ ആർ പീപ്പിൾ വിൽ കം ഫോർ ഷുവർ, അതിന് യാതൊരു അംശമില്ല. കാരണം ഇപ്പോൾ അത് നമ്മുടെ ആവശ്യമായി മാറുന്നു. ഇതിന് താങ്കൾ പറഞ്ഞ ഭയങ്കര ഇതാണ്, ഗവൺമെൻറ് സപ്പോർട്ട് വേണം. ഗവൺമെൻറ് സപ്പോർട്ടിലാണ് ഒന്നും നടക്കില്ല. പക്ഷേ ഗവൺമെൻറ് സപ്പോർട്ട് ഇപ്പോൾ ആഞ്ഞൊന്ന് പിടിച്ചാൽ മതി. നമ്മളുടെ മലയാളികളാണെങ്കിൽ നേരെ തിരുവനന്തപുരത്ത് പോവുക, IT മിഷനിലെ ആൾക്കാരെ കാണുക, വട്ട് എവർ ദെയർ എന്താണ് ഐഡിയാസ് പറയുക, അത് ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള അവർ ഇതൊക്കെയുണ്ട്, അതിന് ഫെസിലിറ്റീസ് ഉണ്ട്. ദെൻ ആൾസോ സം കൈൻഡ് ഓഫ് ഫണ്ടിങ് ദേ ആർ പ്രൊവൈഡിങ്. എനിക്ക് ആ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇങ്ങനെ നമ്മൾ പിന്നെ ട്രംപച്ചായൻ H1B വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ ഗൂഗിളിനും മൈക്രോസോഫ്റ്റും വിൻഡോസിനും ഒക്കെ ഒരു ബദൽ നിർമ്മിക്കാൻ ഇന്ത്യക്ക് പറ്റുമെന്നാണ് പറയുന്നത്. 100% യെസ്. അത് നമ്മൾ ചെയ്തില്ല. ബിക്കോസ് നമ്മൾ ഇപ്പോൾ ജിയോ ഫോൺ വന്നപ്പോൾ എന്താ ചെയ്തത്? ഒറ്റയടിക്ക് സാധാരണക്കാർ ഫ്രീ തന്നു. നിങ്ങൾ 2 കൊല്ലം അൺലിമിറ്റഡ് സാധനം ആശാനേ നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ വെച്ചോളൂ, നിങ്ങൾ പണം കണ്ടോളൂ. നമ്മളിത് ഈ ഓസി കിട്ടി കഴിച്ച് ഇനി കാശ് തന്നെ ഉണ്ടോ? മനപ്രയാസം ഉണ്ടായി, പക്ഷെ നമ്മൾ യൂസ്ഡ് ആക്കി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ദേ ആർ ഡൂയിങ്. ദേ ഡിസൈൻഡ് ചെയ്യും. ഞാൻ ഈ ഫോണൊന്ന് മാറ്റി വയ്ക്കും, നിങ്ങൾ നാളെ തരാം ഈ ഫോൺ, യു ഗോ മാഡ് ആണോ ഇല്ലയോ? അതെ. അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആരാ ഡിസൈൻ ചെയ്ത് നിങ്ങളെ? ഇതുണ്ടായിരുന്നു ഒരു 15 കൊല്ലം മുമ്പ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സമാനത്തിൽ കിടന്നുറങ്ങിയില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് മനസ്സമാനം പോണത്? സമ്മൺ ഡിസൈൻ ചെയ്യും. അവർ ചെയ്ത ഡിസൈൻ സ്റ്റോറിയിലാണ് നിങ്ങളുടെ ജീവിതം ഓടുന്നത്. നിങ്ങളുടെ ജീവിതം, പേഴ്സണൽ ലൈഫ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനിവൺ എൽസ്. ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിയതാരാണ്? വെസ്റ്റേൺ വേൾഡ്. അതുണ്ടാക്കിയതിൻ്റെ കാര്യം വേറെ കാര്യം. വൈ വി ഡിഡ്ന്റ് ഡു ഇറ്റ്? ബിക്കോസ് they had the propaganda, they got the money, they got the power, they got everything to push design yourself. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ നമ്മുടെ തദ്ദേശീയമായ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരാൻ സർക്കാർ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ മോദി സർക്കാരിന് അത് പറ്റുമെന്നാണ് പറയുന്നത്. 100% യെസ്. ഇപ്പോൾ നമുക്ക് മിടുക്കന്മാരായ പിള്ളേർ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. മാങ്ങാത്തൊലി മടുത്ത് ഇനി അമേരിക്ക വേണ്ട, ഒരു തൊലിയും വേണ്ട, നമുക്ക് ഇന്ത്യയിലേക്ക് പോവാം, നമുക്ക് ഇവിടെ ബന്ധുക്കളുണ്ട്, നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വെച്ചാൽ. അങ്ങനെ വിചാരിച്ചിട്ട് വരുന്ന ബ്രെയിനി പിള്ളേരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഇതൊരു വലിയ ആനക്കാരില്ല, നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നല്ലോ. യു ജസ്റ്റ് കാർബൺ കോപ്പി ഇറ്റ്. വാട്ട് എവർ യു വേർ ഡൂയിങ് ഇപ്പുറത്തേക്കൊന്ന് മാറ്റി പിടിക്കൂ. അതിന് തൻ്റെ ഇടമുള്ള ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രിയൽ ആൾക്കാർ, ഇപ്പോൾ ആനന്ദ് മഹേന്ദ്ര, ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ സാബുജൻ, ഇവരൊക്കെ ദേ തിങ്ക് ഡിഫറെൻ്റ്ലി, ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ഇവരൊക്കെ. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ പഴയ ആൾക്കാരല്ലാതെ പുതിയതായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൾക്കാരോ അല്ലെങ്കിൽ വ്യവസായ പ്രമുഖരൊക്കെ കയറി വന്നാൽ ഒന്നും വേണ്ട. ഞാനൊക്കെ ആരാധിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാറ്. അദ്ദേഹമൊക്കെ വിചാരിച്ചാൽ ഒരു ഇൻക്യുബേഷൻ, ഒരു 10-200 പേർക്ക് ഒരു തിങ്ക് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ഇടം കൊടുക്കാവുന്നുള്ളൂ അല്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് എന്നെ ഞെട്ടിച്ച സാധനമുണ്ട്. ഐ കാൺ മെൻഷൻ ദ നെയിം. മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സംവിധായകനെ കണ്ടു. ഐ വാസ് ഓൾസോ പ്രൊഡ്യൂസർ ഫ്യൂ മൂവീസ്. സോ ഞാൻ അദ്ദേഹം കണ്ടപ്പോൾ ഞങ്ങൾ അടുത്ത പ്രൊജക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു വാസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് സിനിമ അറ്റ് ഓൾ. എന്നെ ഞെട്ടിച്ച സാധനം, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സ്ഥലത്ത് 60ഓളത്തോളം പിള്ളേരുണ്ട്. ഓക്കെ, ഒരു സ്ഥലത്ത് 200 ചില പിള്ളേരുണ്ട്. ദേ ആർ വർക്കിംഗ് ഹൗ ടു ക്രിയേറ്റ്, ദേ ആർ വർക്കിംഗ് ഓൺ സോഫ്റ്റ്വെയർ AI ഹൗ ടു ക്രിയേറ്റ് എ മൂവി. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നുമല്ല, കേരളത്തിൽ നടക്കുന്നുണ്ട്. ഐ എം നോട്ട്, എനിക്ക് ആ സ്വാതന്ത്ര്യമില്ല അങ്ങനെ പേര് പറയാനോ കമ്പനി പറയാനോ. സോ ദ പീപ്പിൾ ആർ ഓൾറെഡി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. അല്ലാതെ ആരും മറഞ്ഞു നിൽക്കുന്നില്ല. പഴയ മലയാളിയുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ലീഡർഷിപ്പ് കൊടുക്കാൻ തന്നെ പറ്റുമായിരിക്കും ഈ പുതിയ പ്രൊജക്റ്റ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ഒന്ന് ഈ കാര്യത്തിലൊക്കെ ഒന്ന് ഒന്നിച്ച് നിന്നാൽ ഇത് നമ്മളുടെ എന്താണ്, ഇത് നമ്മളുടെ ഒരു ഇൻകത്തിനെ പുറത്തേക്ക് പോകുന്ന എക്സ്പോർട്ടത്തിനൊക്കെ ആണി അടിച്ച് കയറ്റുന്ന, ആപ്പടിച്ച് കയറ്റുന്ന പരിപാടികളാണ്. പക്ഷെ അതിനെ തൻ്റെ അടുത്തോടെ നിർത്താനുള്ള ഒറ്റ കാര്യം, നമ്മൾ പടയാളികളാണ്. നേരത്തെ പറഞ്ഞ മാതിരി ചരിത്രത്തിൽ ഒരു യുദ്ധവും പടയാളികളില്ലാതെ ജയിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.